ഹലോ എവരിബഡി, വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. ഇന്ന് എവർട്ടനുമായിട്ടുള്ള ഗെയിം, ഇറ്റ് വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗെയിം. നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഒരു കളി ഡ്രോ ആവുകയോ തോൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ദാറ്റ്സ് ഇറ്റ്, ഗുഡ് ബൈ പ്രീമിയർ ലീഗ്. നമുക്കെല്ലാവർക്കും അറിയാം. വെസ്റ്റ് ഹാമുമായിട്ടുള്ള ഗെയിം ഈസ് സ്റ്റിൽ പെൻഡിങ്, ശരിയാണ്. ബട്ട് അതിൻ്റെ റിസൾട്ട് ഇറ്റ് ഡസൻറ്റ് മാറ്റർ. നമ്മുടെ പണി ചെയ്യുക എന്നുള്ള ഒരു ജോബ് നമ്മുടെ കയ്യിലുണ്ട്. അത് ചെയ്താലേ നമുക്ക് അടുത്ത സബ്ജക്റ്റിലേക്ക് സംസാരിക്കാൻ പറ്റും. വി ഹാവ് ഡൺ അവർ ജോബ് ഗൈസ്. ആ സ്റ്റാർട്ടിങ് ലൈനപ്പ് കണ്ടപ്പം ഐ വാസ് റിയലി ഹാപ്പി, സത്യം പറയാമല്ലോ. സ്റ്റാർട്ടിങ് നമ്മുടെ ബാക്ക് ഫോർ സെയിം, റായ, ഗ്യാബ്രിയേൽ, ഹിൻകപ്പിയെ, സലീബ, നമ്മുടെ ബാക്ക് ഫോർ സെയിം, ടിംബർ, സുബമെൻഡി, റൈസ്. പിന്നെ സർപ്രൈസിങ് ആയിട്ട് എനിക്ക് തോന്നിയത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നോനിയും റൈറ്റ് ഹാൻഡ് സൈഡിലും സാക്ക. അതൊരു സർപ്രൈസിങ് സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ഈ ഗിവൺ ആൻ ഓപ്പർച്യൂണിറ്റി നേരെ തിരിച്ച് ഞാൻ ചിലപ്പോൾ ചെയ്തേനെ. കാരണം കുറച്ചുകൂടെ ഇലക്ട്രിക്കായിട്ട് നോനി റൈറ്റ് ഹാൻഡ് സൈഡിലായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കഴിഞ്ഞ കളി ഇമ്പാക്റ്റ് നോനി കൊണ്ടുവന്നതും റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നാണ്. സോ ഐ എം ജസ്റ്റ് ഷെയറിങ് മൈ ഒപ്പീനിയൻ. ബട്ട് ഓവറോൾ എനിക്ക് ആ ലൈനപ്പിൽ ഐ വാസ് റിയലി ഹാപ്പി. ഹാവർട്സ് അറ്റ് ദി ഫ്രണ്ട്, ഐ വാസ് റിയലി ഹാപ്പി വിത്ത് ദ ലൈനപ്പ്. പോസിറ്റീവ് ലൈനപ്പ് അല്ലേ, ബാലൻസ്ഡ് ആൻഡ് പോസിറ്റീവ് ലൈനപ്പ്. ഫസ്റ്റ് 15 ഗെയിം തുടങ്ങിയപ്പോൾ ഫസ്റ്റ് ഹാഫ് പറയുകയാണെങ്കിൽ ബാലൻസ്ഡ് ഗെയിം എന്ന് ഞാൻ പറയും. ശരിയാണ്, കുറച്ചുകൂടെ ഡേഞ്ചറസ് അറ്റംപ്റ്റ്സ് ഫ്രം എവർട്ടൺ. റായയുടെ 1-2 കിടിലൻ സേവ്. വി കനോട്ട് ഫോർഗെറ്റ് കാലഫിയോറിയുടെ ആ ഒരു ഇമ്മൻസ് ഡിഫൻസീവ് വർക്ക്. കിടന്നിട്ട് ചാടിപ്പൊങ്ങി കാലുകൊണ്ടൊക്കെ കുംഫു ഡിഫെൻഡിങ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇറ്റ് വാസ് ആൻ അമേസിങ് പീസ് ഓഫ് ഡിഫെൻഡിങ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടുകയും ചെയ്തു, മേ ബി ദിസ് വിൽ ഡിഫൈൻ അവർ സീസൺ എന്ന്. ഈ കാര്യങ്ങൾ പോകുന്ന പോക്ക് കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് ലുക്സ് ലൈക്ക് ഇറ്റ് വിൽ ഡിഫൈൻ അവർ സീസൺ എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഫസ്റ്റ് ഹാഫ് 0-0 എന്ന് തന്നെ തീരുന്നു. ആസ് എവ്രി ആർസണൽ ഫാൻ എനിക്കും കുറച്ച് കൺസേൺസ് ഉണ്ടായിരുന്നു, എവിടെ നിന്നാണ് ഗോള് വരുന്നതെന്ന്. കാരണം ഐ കനോട്ട് സ്റ്റിൽ സീ ദ ക്രിയേറ്റിവിറ്റി. എവിടെ നിന്നാണ് ഇറ്റ്സ് ഓൾ സ്റ്റിൽ ടു ബോറിങ് അല്ലേ. വി ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ് വാസ് സ്റ്റിൽ ടു ബോറിങ്. ആൻഡ് യു ഹാവ് ടു ഗിവ് ക്രെഡിറ്റ് ടു എവർട്ടൺ. അവർ വളരെ വലിയ ക്രെഡിറ്റ് കൊടുക്കേണ്ട കാര്യമില്ല, കാരണം ദേ ആർ ട്രഡീഷണലി നോൺ വളരെ ഡിഫെൻസീവ്ലി ഓർഗനൈസ്ഡ് ടീമാണെന്ന് നമുക്കറിയാം. ബട്ട് സ്റ്റിൽ ദേ ഗേവ് എ വെരി ഗുഡ് ഫൈറ്റ്. നമ്മളെ 87-ാമത്തെ മിനിറ്റ് വരേക്കും നമ്മളെ പിടിച്ച് ഇങ്ങനെ വെക്കാനുള്ള ഒരു ഡിഫെൻസീവ്ലി ദേ വർ വെൽ ഓർഗനൈസ്. സോ അതിന് നമുക്ക് ക്രെഡിറ്റ് കൊടുത്തേ പറ്റൂ. റെസ്പെക്ട് വെയർ ഇറ്റ്സ് ഡ്യൂ, അത് നമ്മൾ കൊടുക്കുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പം ഞാൻ എക്സ്പെക്ട് ചെയ്തായിരുന്നു കുറേ ചേഞ്ചസ് വരും എന്ന്. ഇതിനിടയ്ക്കാണ് ടിംബറിനെ ഫസ്റ്റ് ഹാഫിൽ തന്നെ ടിംബറിന് ചെറിയൊരു ഇഞ്ചറി കൺസേൺ. ഐ ഹോപ്പ് ഇറ്റ്സ് നോട്ട് ബിഗ്. ടിംബറിനെ മാറ്റി മൊസ്കേറയെ കൊണ്ടുവരുന്നു. ആൻഡ് മൊസ്കേറ ശരി, എനിക്ക് വലിയ മിസ് ചെയ്തില്ല ടിംബറിനെ. ആൻഡ് ഇറ്റ് വാസ് ഫൈൻ. എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ എഗെയിൻ സെയിം ഇഷ്യൂസ്. ഒരു പഞ്ച് വരുന്നില്ല. അവിടെ ഇവിടെയൊക്കെ ഷോട്ടും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ബട്ട് എസയുടെ ആ ഒരു കേളിംഗ് ഷോട്ട് അൺലക്കി. ബട്ട് അഗെയിൻ നത്തിങ് കോൺക്രീറ്റ്. അപ്പോഴാണ് നമുക്ക് ചേഞ്ചസ് വരുന്നത്. ഗ്യോക്കറൈസ് വരുന്നു, മാർട്ടിനേലി വരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചേഞ്ച്. ഞാൻ കഴിഞ്ഞ എൻ്റെ റിവ്യൂവിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, വേർ ഇസ് ദിസ് ക്രിയേറ്റിവിറ്റി കമ്മിങ് ഫ്രം. ഒറ്റ ആൻസറേ ഉള്ളൂ, മാക്സ് ഡോമൻ എന്ന് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ആൻഡ് സെയിം ലൈക്ക് ദാറ്റ്. ഞാൻ പറഞ്ഞത് ഗുളികനോ ഒന്നുമല്ല, ഞാനങ്ങ് പറയാണ്. വി ഓൾ നോ ആ ഒരു പ്ലെയറാണ് ഒരു എക്സ് ഫാക്ടർ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വൈൽഡ് കാർഡ് എൻട്രി എന്ന് പറയുന്നത് ആ ഒരൊറ്റ പ്ലെയർ തന്നെയാണെന്ന് നമുക്കിപ്പം ഇറ്റ്സ് വെരി ക്ലിയർ. മാക്സ് ഡോമൻ വരുന്നു, മാക്സ് ഡോമൻ പുട്സ് ഇൻ എ ക്രോസ്, അതൊരു ഡേഞ്ചറസ് പൊസിഷനിലേക്ക് വരുന്നു, നേരെ ഗ്യോക്കറൈസിൻ്റെ കാലിലേക്ക്. ഗ്യോക്കറൈസ് പുട്സ് ഇറ്റ് ഇൻ ടു ദ ബോക്സ്. 1-0 ടു ദി ആർസണൽ. 1-0 ടു ദി ആർസണൽ. എല്ലാ ആർസണൽ ഫാൻസും 88-ാമത്തെ മിനിറ്റ് വരേക്കും ഇങ്ങനെ പിടിച്ചു കിട്ടത് എന്നങ്ങ് വിടുന്നു. ഇറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ. സ്ട്രെസ്സാണോന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീസണ് എന്നുള്ള ആ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ എല്ലാ ആർസണൽ ഫാൻസിലും ഏതാണ്ട് ഈ ഒരു അവസ്ഥ. ബട്ട് താങ്ക് ഗോഡ് ടു മാക്സ് ഡോമൻ. വാട്ട് എ ക്രോസ്, വാട്ട് എ ഫിനിഷ് ബൈ അഗെയിൻ. ഇതാണ് ഗ്യോക്കറൈസ്, റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ടൈം. അല്ലാതെ ഗ്യോക്കറൈസിൻ്റെ ഫസ്റ്റ് ടച്ച് കണ്ടിട്ടോ അല്ലെങ്കിൽ ഗ്യോക്കറൈസിൻ്റെ ഡ്രിബിളിങ് സ്കില്ല് കണ്ടിട്ടോ ഒന്നുമല്ല നമ്മളൊരു ഗ്യോക്കറൈസിനെ മേടിച്ചത്. ഫിനിഷിങ് ബി വെയർ യു ആർ സപ്പോസ് ടു ബി, അതാണ് സംഭവിച്ചത്. ആൻഡ് സെക്കൻഡ് ഗോൾ ഇറ്റ്സ് നോട്ട് എ ബിഗ് സർപ്രൈസ്. ബട്ട് ദ ബ്യൂട്ടി ഈസ് മാക്സ് ഡോമൻ
ആണ് ദ യങ്ങസ്റ്റ് പ്ലെയർ, ഏറ്റവും പ്രായം കുറഞ്ഞ പ്ലെയർ ആവുകയാണ് പ്രീമിയർ ലീഗിൽ സ്കോർ ചെയ്യുന്നത് മാക്സ് ഡൗമൻ. ആ ഒരു കോൺഫിഡൻസ് ആ ഒരു പ്ലെയറിന് കിട്ടുന്നത്. അത് കഴിഞ്ഞ അർട്ടറ്റയുടെ സെലിബ്രേഷൻ, ഓ മൈ ഗോഡ്, ഫസ്റ്റ് ഗോളിന് ഇത്രയും സെലിബ്രേഷൻ ഞാൻ കണ്ടില്ല. സോ ദാറ്റ് ഷോസ് ഹൗ മച്ച് ഹീ ലവ്സ് ദാറ്റ് പ്ലെയർ. ആൻഡ് വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, 80ാമത്തെ മിനിറ്റിലെങ്ങാണ്ടാണ് മാക്സ് ഡോമനെ, സുബമെൻഡിനെ സബ്സ്റ്റിറ്റ്യൂട്ട് മാക്സ് ഡോമനെ കയറ്റുന്നത്. അവിടെ നോർഗാർഡിനെ അല്ല കയറ്റുന്നത്. യു ആർ പുട്ടിങ് യുവർ ട്രസ്റ്റ് ഇൻ എ 16-year-old. അവിടെ ആ ഒരു ക്രെഡിറ്റ് നമ്മൾ അർട്ടറ്റയ്ക്ക് കൊടുത്തേ പറ്റും. എന്നെ കുറേ അവന്മാർ വന്ന് ട്രോളാറുണ്ട്, നിങ്ങൾക്ക് നാണമില്ലേ, കഴിഞ്ഞ 3-4 സീസണായിട്ട് ഒന്നും അടിച്ചിട്ടില്ലല്ലോ അർട്ടറ്റ, വൈ ആർ യു സ്റ്റിൽ ഗിവിങ് ക്രെഡിറ്റ് എന്ന്. ബിക്കോസ് ഹീ ഈസ് ദ പേഴ്സൺ ഹൂ സീ ഈ പറയുന്ന ഗ്രൂപ്പ് ഓഫ് പ്ലെയേഴ്സിനെ എന്നും കാണുന്നത് ആ ഒരു പ്ലെയറാണ്. ഹീ നോസ് വെൻ ടു പുട്ട്, വെയർ ടു പുട്ട് എന്നുള്ളൊരു അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് ഹിസ് ജഡ്ജ്മെൻറ്റ്. നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാം, അവിടെ ഇവിടെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്യാം, ബട്ട് അൾട്ടിമേറ്റ്ലി ഹീ മെയ്ഡ് ഓൾ ദ റൈറ്റ് ചോയ്സസ്. ഇന്ന് നടത്തിയ എല്ലാ ചോയ്സസ്, ഗ്യാബ്രിയൽ ഗ്യോക്കറൈസ് ആയിക്കോട്ടെ, മാർട്ടിനെലി ആയിക്കോട്ടെ, മാക്സ് ഡോമൻ ആയിക്കോട്ടെ, മൊസ്കാര വാസ് ഇവൻച്വലി റിക്വയർഡ് ചേഞ്ച്, ഹിൻകപ്പി ആയിക്കോട്ടെ, ഇതെല്ലാം ഇറ്റ് വാസ് എ റൈറ്റ് ചേഞ്ച് ദാറ്റ് ഹീ മെയ്ഡ്. സോ അതിനെല്ലാം നമ്മൾ ക്രെഡിറ്റ് വെയർ ഇറ്റ്സ് ഡ്യൂ. അങ്ങനെ സെക്കൻഡ് ഗോളിനെ പറ്റി പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് അവർ കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നു, അവർ ഈക്വലൈസ് ചെയ്യാൻ വരുന്നു, പിക്ഫോർഡ് വരേക്കും ഫ്രണ്ടിലേക്ക് വരുന്നു, കോർണർ ആൻഡ് ദേ ആർ നോൺ ഫോർ ദെയർ കോർണർ. ആ കോർണർ കൗണ്ടർ അറ്റാക്കിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ എടുക്കുന്നു. മാക്സ് ഡോൺ പുള്ളിയുടെ ഫസ്റ്റ് പേഴ്സണെ ബീറ്റ് ചെയ്യുന്നു, ഡ്രിബിൾ ചെയ്ത് നൈസ്ലി ബീറ്റ് ചെയ്യുന്നു. ഓപ്പൺ പോസ്റ്റിലേക്ക് മാക്സ് ഡോമൻ സ്കോർസ് ഹിസ് ഫസ്റ്റ് ഗോൾ ആൻഡ് ബിക്കംസ് ദ യങ്ങസ്റ്റ് പ്ലെയർ ടു സ്കോർ. ഞാൻ ഒരുപാട് പ്രഷർ ഇടുവോ അല്ലെങ്കിൽ ഒരുപാട് ഹൈപ്പ് ചെയ്യുന്നതല്ല മാക്സ് ഡോമിനെ. ബട്ട് ഞാൻ ഒരിക്കലും പറയത്തില്ല യമാലിനെക്കാട്ടിലും വലിയൊരു ടാലൻറ്റഡ് പ്ലെയർ, ഒരിക്കലുമല്ല, നോ. ബട്ട് ക്യാൻ ഹീ ബി സംവൺ ലൈക്ക് ലെറ്റ്സ് എ റൂണി? ഓക്കെ, ദാറ്റ്സ് എ പോസിബിലിറ്റി. എന്ന് വെച്ചാൽ റൂണീസ് പൊസിഷൻ ഇസ് ഡിഫറെൻറ്റ്. പക്ഷേ എന്നാലും ഞാൻ പറയുകയാണ്, ആ ഒരു ഹങ്കറും സാധനങ്ങളും ഒക്കെ വെച്ചിട്ട് ക്യാൻ ഹീ ബിക്കം സംവൺ ലൈക്ക് ദാറ്റ്? ഈസ് ദിസ് ദ സ്റ്റാർട്ട് of something like that? Who knows? Anyway, 10 points clear as of now. ഞാനിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ 10 points ക്ലിയർ ആണ്. വെസ്റ്റ് ഹാമുമായിട്ട് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഗെയിമുണ്ട്. അത് എന്തെങ്കിലും ആയിട്ട് നാളെ ഈ വീഡിയോ റിലീസ് ആകുമ്പോൾ ആ 10 point അങ്ങനെ തന്നെ ഇരുന്നാൽ നല്ലത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച് ഗൈസ്. ടേക്ക് കെയർ.